ഷാലോം ടെലിവിഷൻ്റെ പ്രേക്ഷകരായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനാശംസകൾ. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ ജനന തിരുനാളിന് നമ്മളെല്ലാവരും ആത്മീയമായും ഭൗതികമായിട്ടും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ക്രിസ്മസിന് ഒരുക്കമായുള്ള ഈ 25 നോമ്പിൻ്റെ കാലഘട്ടം ആത്മീയമായ ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനായി നമ്മൾ പലവിധത്തിൽ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പ് ആചരിച്ചുകൊണ്ടും ത്യാഗപ്രവർത്തികൾ ചെയ്തുകൊണ്ടും പുണ്യപ്രവർത്തികൾ അനുഷ്ഠിച്ചുകൊണ്ടുമൊക്കെ ഈ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി, നമ്മുടെ കർത്താവിൻ്റെ ജനന തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഈ ഒരുക്കങ്ങൾ എത്തിച്ചേരുന്നത് ക്രിസ്മസ് ആഘോഷത്തിലേക്കാണ്, ക്രിസ്മസ് ആചരണത്തിലേക്കാണ്. ആ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ ഏതാനും പ്രതീകങ്ങൾ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ അതിൽ 2 കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണർത്തുകയുണ്ടായി. ആ 2 കാര്യങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിരുനാളിനോടനുബന്ധിച്ച്, ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലുമൊക്കെ നമ്മൾ ഒരുക്കുന്ന പുൽക്കൂടിനെക്കുറിച്ചും നമ്മുടെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഉയർത്തുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിച്ചത്. ക്രിസ്മസിനോടനുബന്ധിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പ്രതീകങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അത് പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിസ്മസ് കാർഡുകൾ അയക്കുന്ന ഒരു പതിവ്. ക്രിസ്മസിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് യേശുവിൻ്റെ ജനനത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ടും പങ്കുവെച്ചുകൊണ്ടും നമ്മൾ കാർഡുകൾ അയക്കുന്ന പതിവ്, ക്രിസ്മസ് കാർഡ്. ഇന്നത് ഓൺലൈൻ കാർഡുകളായിട്ട് മാറി. പണ്ട് കൂടുതലായിട്ടും കൈകൊണ്ട് എഴുതി അയച്ചിരുന്നു. പിന്നീട് കാർഡുകൾ പ്രിൻ്റ് ചെയ്ത് അതിൽ സന്ദേശങ്ങളോടുകൂടിയ കാർഡുകളിൽ ഒപ്പിട്ട് നമ്മൾ അയച്ചിരുന്നു. പക്ഷെ അതെല്ലാം അയക്കുന്നത് നമ്മുടെ സ്നേഹിതർക്കാണ്. യേശുവിൻ്റെ ജനനത്തിൻ്റെ വാർത്ത അറിയിച്ച ആ മാലാഖമാരെ പോലെ, ആട്ടിടയന്മാരെ അറിയിച്ചവരെ പോലെ നമ്മൾ ആ സന്തോഷം അറിയിക്കുകയാണ്, മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരനുഭവം. ഇതേ അനുഭവം തന്നെയാണ് കരോൾ നടത്തുന്നത് വഴി, കരോൾ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ഓരോ ഭവനത്തിലും ചെന്ന് ഈശോ ജനിച്ച വാർത്ത അറിയിക്കുകയും ആ വാർത്ത അറിയിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള യേശുവിൻ്റെ ജനനത്തിൻ്റെ സന്തോഷത്തെ ദൈവത്തെ സ്തുതിച്ച മാലാഖമാരെ പോലെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്നുള്ള സന്ദേശം ഉൾക്കൊള്ളുന്ന കരോൾ ഗാനങ്ങൾ, ഖോറൽ ഗാനങ്ങൾ ആലപിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. വചനത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. ആ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെയേറെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം
ആ ദൂതന്മാരോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ സംഭവത്തിൻ്റെ പുനരാവിഷ്കരണമാണ് കരോൾ ഗാനങ്ങളിലൂടെയും കരോൾ സന്ദർശനങ്ങളിലൂടെയും നമ്മൾ ഇന്ന് പുനരനുസ്മരിക്കുന്നത്. നമ്മുടെ ഇടവകളിൽ കുട്ടികൾ, പ്രത്യേകിച്ച് ഭക്തസംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഉണ്ണീശോയുടെ രൂപവും വഹിച്ചുകൊണ്ട് ഓരോ ഭവനങ്ങളിലും കടന്നു ചെന്ന് അവർ യേശുവിൻ്റെ ജനനത്തെ അറിയിക്കുന്ന സന്തോഷത്തോടെ, വാദ്യമേളങ്ങളോടെ, തപ്പതാളങ്ങളോടെ അവർ കടന്നു ചെന്ന് ആ കുട്ടികളെല്ലാവരും സ്തുതിഗീതങ്ങൾ ആലപിച്ച്, കരോൾ ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ സന്തോഷം അവരെ എല്ലാവരെയും അറിയിക്കുകയാണ്. പക്ഷേ ഈ ആഘോഷങ്ങൾ ഇന്ന് ചിലപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ യേശുവില്ലാത്ത ആഘോഷങ്ങളിലേക്ക് മാറിപ്പോകുന്നുണ്ട്. ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ നമ്മളത് വളരെയേറെ ശക്തമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യേശുവില്ലാത്ത ആഘോഷങ്ങൾ, ആ ആധ്യാത്മികതയില്ലാത്ത ആഘോഷങ്ങൾ നമ്മളത് ചെക്ക് ചെയ്യേണ്ടതാണ്. ലോകത്തിൻ്റെ ആഘോഷങ്ങളായിട്ടത് മാറുകയാണ്. മദ്യപിക്കാനും തുള്ളാനും അല്ലെങ്കിൽ വാദ്യമേളങ്ങളോടുകൂടി ആരവങ്ങളോടുകൂടി ആർപ്പ് വിളിക്കാനുമുള്ള അവസരങ്ങളായിട്ടത് മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരിക്കലും അതല്ല ക്രിസ്മസ് കരോളിൻ്റെ ലക്ഷ്യം. കൂട്ടമായ ആലാപനങ്ങളാണ് കരോൾ ഗാനങ്ങളെന്ന് പറയുമ്പോൾ. മറ്റ് സഭകൾ കൂടുതലായിട്ട് കൂട്ടമായ ആലാപനമാണ് ദൈവസ്തുതികളുടെ. യേശുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശവും ജനനത്തിൻ്റെ അവസരത്തിൽ മാലാഖമാരുടെ വ്യൂഹം വന്ന് ഒരുമിച്ച് പാടിയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന ആ ദൈവിക ഗീതത്തിൻ്റെ പുനരാവിഷ്കരണമാണ് കരോൾ ഗാനങ്ങളിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ ചിലപ്പോഴെങ്കിലും ചില സ്ഥലങ്ങളിലെങ്കിലും ഇതിൻ്റെ ആ ആധ്യാത്മികതയും ആന്തരികതയും മാറ്റിവെച്ചിട്ട് ലോകത്തിൻ്റെ തരത്തിലുള്ള ആഘോഷങ്ങളിലും വാദ്യമേളങ്ങളിലും അല്ലെ ഗാനാലാപനങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകുന്ന അനുഭവങ്ങളുമുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. അല്ലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ആഘോഷങ്ങളായിട്ട് മാറും, എന്നാൽ അവ ആത്മീയ ആഘോഷങ്ങളായിരിക്കില്ല. അതിനൊരു സ്വാധീനമുണ്ട് ലോകത്തിൻ്റെ. നമുക്കറിയാം, ക്രിസ്മസ് പപ്പയും അതുമനുബന്ധിച്ചുള്ള കരോൾ പ്രവർത്തനങ്ങളും റാലികളുമൊക്കെ നടത്തപ്പെടുന്നു. ക്രിസ്മസ് പപ്പയ്ക്ക് ക്രിസ്മസുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നമുക്കറിയാം. പിന്നീട് ചരിത്രത്തിൽ കടന്നു വന്ന ഒരു ആചരണമാണ്, ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ് ക്രിസ്മസ് പപ്പയുടേത്. പക്ഷേ ഇന്ന് ക്രിസ്മസിൻ്റെ വലിയൊരു പ്രതീകമായിട്ട് തീരുന്നത് ക്രിസ്മസ് പപ്പയാണ്. പുനർചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡിൽ ഈ സമ്മാനങ്ങളുമായിട്ട് പോയ ഒരു ദൂതൻ്റെ, പ്രത്യേകിച്ച് സ്നേഹിതനായ മനുഷ്യൻ്റെ, ഒരു വല്യപ്പൻ്റെ ഓർമ്മ ആചരിക്കുകയാണ് അവർ. കുഞ്ഞുങ്ങൾക്ക് സമ്മാനം വിതരണം ചെയ്യുന്ന ഒരു അപ്പൂപ്പൻ്റെ ഓർമ്മയാണ് അവർ ഇതിലൂടെ ആചരിച്ചു വന്നത്. പക്ഷേ ഇന്ന് ലോകം മുഴുവനും ക്രിസ്മസ് പപ്പയും സമ്മാന വിതരണങ്ങളും ഒക്കെ ഒരു ആഘോഷമായിട്ട് മാറുന്നു. പക്ഷേ ഈ ആഘോഷങ്ങൾ ആഭാസമായിട്ട് മാറരുത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആഭാസമായിട്ട്, വേഷം കെട്ടുകളായിട്ട് മാറരുത്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഇത് വേഷം കെട്ടുകളായിട്ട് മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. യേശുവിൻ്റെ ജനനത്തിന് അർത്ഥം കൊടുക്കാത്ത, പ്രാധാന്യം കൊടുക്കാത്ത ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെ അതിൻ്റെ ആധ്യാത്മികതയെ പിടിച്ചു കെട്ടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇതൊക്കെ ആയിക്കൊള്ളട്ടെ, ഈശോയ്ക്ക് അതിന് പിണക്കമൊന്നും ഉണ്ടാവില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ സന്തോഷമാണ് ഒരു ക്രിസ്മസ് ആഘോഷത്തിന് മറ്റൊരു വശം. പക്ഷേ ആധ്യാത്മികത നഷ്ടപ്പെട്ടുകൊണ്ടുള്ള, ക്രിസ്തു നഷ്ടപ്പെട്ടുകൊണ്ടുള്ള, ക്രിസ്തുവിനെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ആഘോഷങ്ങളും ക്രിസ്തീയമാവില്ല, അത് ആന്തരികമാവില്ല, ആത്മീയമാവില്ല. ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ തനിമ, തുള്ളാനും
ആഭാസത്തരം കാണിക്കാനുമുള്ള ഒരു അവസരമായിട്ട് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ അധപതിച്ച് പോകരുത്. അവിടെ ഒരു ശ്രദ്ധ വേണം. ക്രിസ്മസ് കാർഡുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഒരു ശ്രദ്ധ വേണം. ക്രിസ്തു ശിഷ്യരായ നമുക്ക് ശ്രദ്ധ വേണം. നമ്മളും ഒരു കാർഡ് അയക്കുമ്പോൾ അതിൽ ഈശോയുണ്ടോ എന്ന് അന്വേഷിക്കണം, യേശുവിൻ്റെ സന്ദേശമുണ്ടോ എന്ന് അന്വേഷിക്കണം. മറിച്ച് ലോകത്തിൻ്റെ സന്ദേശം കൊടുക്കാനുള്ള ഒരു ഉപാധിയല്ല ക്രിസ്മസ് കാർഡുകൾ, ക്രിസ്മസ് ആശംസകൾ. അപ്പം ഇതെല്ലാം ആഘോഷങ്ങളുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു, ഈ കരോൾ ഗാനാലാപനങ്ങളും കരോൾ റാലികളും കരോൾ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഭവനങ്ങളിലുള്ള സന്ദർശനങ്ങളും ഈ മാലാഖയുടെ ദൗത്യമാണ് നടത്തുന്നത്. യേശുവിൻ്റെ ജനനത്തിൻ്റെ വാർത്ത ലോകത്തിൽ ആദ്യമായി അറിയിച്ച ആ മാലാഖയുടെ ദൗത്യം ആട്ടിടയന്മാരെയാണ് അറിയിച്ചത്. ആ ആട്ടിടയന്മാരുടെ സ്ഥാനത്ത് ഓരോ കുടുംബത്തിലേക്കും കടന്നു ചെന്ന് ഈ സന്ദേശം അറിയിക്കുക. ഇതൊരു ദൈവികമായിട്ടുള്ള കാര്യമാണെന്ന് ഓർമ്മ വേണം. നിങ്ങൾ ചിലപ്പോഴെങ്കിലും ആ ഓർമ്മകൾ വിട്ടിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ആത്മീയതയില്ലാത്ത വെറും ആചരണങ്ങളായി ഈ കരോൾ മാറിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോഴെങ്കിലും ഇത് പണപ്പെരുവിനുള്ള അവസരങ്ങളായിട്ട് മറ്റു ചില ആഘോഷങ്ങൾക്കുള്ള പണപ്പെരുവിൻ്റെ അവസരങ്ങളായിട്ട് ഈ പ്രതീകങ്ങളെ മാറ്റിക്കളയുന്ന ലോകത്തിൻ്റെ സംസ്കാരവും സ്വാധീനവും നമ്മുടെ ആഘോഷങ്ങളിലേക്കും നുഴഞ്ഞ് കയറുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർമ്മ സൂക്ഷിക്കണം. ആ ഒരു ശ്രദ്ധ കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിൻ്റെ നാഥന്മാരും, ഇടവകയിലാണെങ്കിൽ ഇടവകയുടെ ഉത്തരവാദിത്തം വൈദികരും, അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തം സംഘാടകരും ഈ ഒരു ശ്രദ്ധ വേണം. കുട്ടികളാണെങ്കിലും നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കണം. അല്ലെങ്കിൽ ഈ ആഘോഷങ്ങൾ ആഭാസങ്ങളായിട്ട് മാറാം, അർത്ഥശൂന്യമായ ആചരണങ്ങളായിട്ട് മാറാം. ആത്മീയതയില്ലാത്ത ആഘോഷങ്ങൾ ആഭാസങ്ങളായിട്ട് മാറും. അതല്ല ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ കർമ്മങ്ങളും ആചരണങ്ങൾ. അപ്പോൾ ഈ ക്രിസ്മസിൽ നമ്മൾ നടത്തുന്ന കരോൾ ഗാനങ്ങൾ, കരോൾ റാലികൾ, കരോൾ സന്ദർശനങ്ങളൊക്കെ അർത്ഥപൂർണവും ആത്മീയവുമായിരിക്കാൻ ശ്രദ്ധ വേണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തയുള്ളവരാണെങ്കിൽ ഈ ലോക സംസ്കാരത്തിൻ്റെ നുഴഞ്ഞുകയറ്റങ്ങളെ ചെറുക്കാൻ നമുക്ക് സാധിക്കും. വീണ്ടും നമ്മൾ വാസ്തവത്തിൽ യേശുവിൻ്റെ ജനനത്തിൽ നമ്മുടെ നാട്ടിൽ സംസ്കാരത്തിൽ ലോകമെങ്ങും ആവിഷ്കരിച്ചിരിക്കുന്ന ഒന്നാണ് ക്രിസ്മസ് കേക്ക്. ചെറിയ കാര്യമാണ്, പക്ഷേ ഇന്നൊരു വലിയ ബിസിനസ്സായിട്ടത് മാറിയിരിക്കുകയാണ്, ബിസിനസ്സായിട്ടത് മാറ്റിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ക്രിസ്മസ് ഞാൻ ചിന്തിക്കാറുണ്ട്, യേശുവിൻ്റെ ജനനം കഴിഞ്ഞ് കേക്ക് മുറിക്കുന്നതിൽ അർത്ഥമുള്ളൂ. പക്ഷെ ഇവിടെ ക്രിസ്മസ് ഒരുക്കം തുടങ്ങുമ്പോൾ മുതൽ കേക്ക് മുറികളാണ്. എന്താണ് അതിൻ്റെ അർത്ഥം എനിക്കറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ക്രിസ്തു ശിഷ്യരായി നമ്മൾ ചിന്തിക്കണം. കാരണം ആ ബർത്ത്ഡേയിലാണ് കേക്ക് മുറിക്കലിന് അർത്ഥം വരുന്നത്. അല്ല 25 നോമ്പ് കേക്ക് മുറിക്കേണ്ട കാലമായിട്ട് മാറുമ്പോൾ അതിന് അർത്ഥമുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. യേശുവിൻ്റെ ജന്മദിനത്തിലാണ് ഈ കേക്ക് മുറിക്കുക. കാരണം മധുരം പങ്കുവയ്ക്കുക, സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമാണത്. ഈശോയുടെ ജനനത്തിൽ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതിൻ്റെ അടയാളമാണ് എല്ലാ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും കേക്ക് മുറിക്കുന്നത്. പക്ഷെ ആ ജനന തിരുനാളിനോട് അനുബന്ധിച്ച് വേണം അത് നടത്താനെന്ന കാര്യം നമ്മൾ ഓർക്കണം. അതിനൊരു ഒരുക്കമാണത്. ആ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിൽ, മറിച്ച് ആ ദിവസത്തിലാണ് അതിന് പ്രാധാന്യം. അപ്പോൾ അതിന് അർത്ഥമുണ്ടാകും, അതിനൊരു മധുരിമയുണ്ടാകും. കാരണം ആ യേശുവിൻ്റെ ജനനത്തിൻ്റെ വിശുദ്ധ ദിനത്തിൽ നമ്മൾ ആ കേക്ക് മുറിച്ച് സന്തോഷത്തിൽ, ജന്മദിനത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിൻ്റെ പ്രതീകമായിട്ട് അത് മാറുന്നു. വീണ്ടും നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്ന, ക്രിസ്മസ് ഗിഫ്റ്റ് കൈമാറുന്ന വലിയൊരു പതിവ് സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അതും ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് തീർന്നിരിക്കുക. എന്താണ് ഇതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള വശം? വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമായി ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ ആചരണത്തിന്, ഈ ക്രിസ്മസ് സമ്മാനങ്ങൾ കൈമാറുന്നതിൽ
എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. തീർച്ചയായും അർത്ഥമുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ പ്രിയപ്പെട്ടവരെ അനുസ്മരിക്കാൻ, ആ പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ കൈമാറാനുള്ള ഒരു വിശുദ്ധ അവസരമായിട്ട് ക്രിസ്മസിൻ്റെ അവസരം മാറുന്നുണ്ട്. നല്ല കാര്യം. തീർച്ചയായും അത് ചെയ്യുന്നത് നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരവസരമായിട്ട് അത് വളരെയേറെ തീർന്നിട്ടുണ്ട്. നല്ല കാര്യമാണ്. പക്ഷെ അവിടെ ധൂർത്തിൻ്റെ അവസരമായിട്ടത് മാറ്റരുത്. ധൂർത്തിൻ്റെ അവസരമായി, കാരണം അതിനുവേണ്ടി ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് സമ്മാനങ്ങൾ വാങ്ങാനുള്ള ആ ധൃതിയും തിടുക്കവുമെല്ലാം ചിലരെയെങ്കിലും ബുദ്ധിമുട്ടിലാഴ്ത്തുന്നുണ്ട്. അല്ല, അവരെ പ്രഷറൈസ് ചെയ്യപ്പെടും. അവൻ എനിക്ക് 1000 രൂപയുടെ സമ്മാനം തന്നാൽ ഞാൻ 1200 അങ്ങോട്ട് കൊടുക്കണമെന്നുള്ള വാശി തീർച്ചയായും ഒത്തിരിയേറെ പ്രഷറിലേക്ക് ആളുകളെ കൊണ്ടുവരും. അതല്ല ക്രിസ്മസ് സമ്മാനങ്ങളുടെ ലക്ഷ്യമെന്ന് നമുക്കറിയാം. മറിച്ച് എന്താണ് ഇതിൻ്റെ വിശുദ്ധഗ്രന്ഥ അധിഷ്ഠിതമായിട്ടുള്ള കാര്യം? ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത്, യേശുവിൻ്റെ ജനനത്തിൻ്റെ അവസരത്തിൽ യേശുവിനെ സന്ദർശിക്കാനായിട്ട് വന്ന പൂജരാജാക്കന്മാർ യേശുവിന് 3 കാഴ്ചകൾ സമർപ്പിച്ചതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു. അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 3 രാജാക്കന്മാർ, പൂർവ്വദേശത്ത് നിന്ന് 3 ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ യേശുവിനെ അന്വേഷിച്ച് ജെറുസലേമിൽ ഹെറോദോസ് രാജാവിൻ്റെ അടുത്തെത്തുന്നു. അവർ അത്ഭുതസ്തബ്ധരായി തീരുകയാണ്. യഹൂദന്മാരുടെ രാജാവായി ജനിച്ച ആ ശിശുവിനെ കാണാനായി പൂർവ്വദേശത്ത് നിന്ന് ഈ ജ്ഞാനികൾ എത്തിയിരിക്കുകയാണ്. അവസാനം ഹെറോദോസ് അവരെ പറഞ്ഞയക്കുന്നു. ബെത്ലഹേമിലാണ് ഈശോ ജനിച്ചതെന്നുള്ള കാര്യം പുരോഹിതന്മാരിൽ നിന്ന് അറിഞ്ഞപ്പോൾ ഹെറോദോസ് അവരെ പറഞ്ഞയക്കുകയാണ്. അതനുസരിച്ച് അവർ കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് ആ നക്ഷത്രം നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഈ വചനമാണ് നമ്മുടെ ഈ ക്രിസ്മസ് ഗിഫ്റ്റ് കൈമാറ്റം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. ആ ഉണ്ണീശോയ്ക്ക് കാഴ്ച സമർപ്പിച്ച പൂജരാജാക്കന്മാരെ പോലെ ആ 3 പേരും ഓരോ വസ്തുക്കളാണ് കാഴ്ചവെച്ചത്. നമ്മളും യേശു സാന്നിധ്യമുള്ള നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ ബന്ധപ്പെട്ടവർക്ക്, നമ്മുടെ സ്നേഹിതർക്ക്, നമ്മുടെ സഹപാഠികൾക്ക്, സഹപ്രവർത്തകർക്ക്, എൻ്റെ ജീവിതത്തിന് താങ്ങും തണലുമായി നിൽക്കുന്ന വ്യക്തികൾക്ക് കുചേലൻ്റെ സമ്മാനം പോലെ ആയിരിക്കാം, ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കാം സമ്മാനം നൽകുന്നത്, ചിലപ്പോൾ വലിയതായിരിക്കാം സമ്മാനം കൊടുക്കുന്നത്. ഓരോ സ്ഥാപനങ്ങളിൽ സമ്മാന പൊതികൾ കൊടുക്കാറുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. എല്ലാം അർത്ഥപൂർണമാണ്. കാരണം യേശുവിനാണ് നമ്മൾ ഈ സമ്മാനം കൊടുക്കുന്നത്. ആ ഉണ്ണിയേശുവിന് കാഴ്ചകൾ സമർപ്പിച്ച പൂജരാജാക്കന്മാരെ പോലെ യേശുവിൻ്റെ സാന്നിധ്യമുള്ള മനുഷ്യ മക്കൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുകയാണ്, സഹായം കൊടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഓഹരി കാഴ്ചയായിട്ട് ഞാൻ കൊടുക്കുന്നു. ആ പൂജരാജാക്കന്മാർ വന്ന് ആ 3 വസ്തുക്കൾ പൊന്നും മീറയും കുന്തിരുക്കവും കാഴ്ച സമർപ്പിക്കുന്നുവെന്ന് നമ്മൾ കാണുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവർ കൊടുത്തത്. അവർ സമ്മാനമായിട്ട് കൊണ്ടുവന്ന് കർത്താവിൻ്റെ പാദത്തിങ്ങൾ സമർപ്പിച്ച്, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചില്ല, പക്ഷെ പാദത്തിങ്ങൾ സമർപ്പിക്കുകയാണ്. ഇതാണ് ക്രിസ്മസ് സമ്മാനങ്ങളുടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന വിശുദ്ധ ഭാഗം അല്ലെങ്കിൽ കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും അർത്ഥമുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ സഹായം കൊടുക്കുന്ന അനുഭവം, മറ്റുള്ളവർക്ക് നമ്മുടെ ഉള്ളതിൽ, നമ്മുടെ സമ്പത്തിൽ ഒരു ഓഹരി സഹായമായിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിൻ്റെ അർത്ഥം വസ്ത്രമായിട്ടായിരിക്കാം, ഭക്ഷണ സാധനമായിട്ടായിരിക്കാം, അവശ്യ വസ്തുക്കളുടെ സഹായമായിട്ടായിരിക്കാം, മരുന്നുകളായിട്ടായിരിക്കാം,
എന്തുമായിക്കൊള്ളട്ടെ, എന്തുമാകാം. അത് ക്രിസ്മസിലേക്ക് മാത്രം ഒതുക്കണമെന്നില്ല. പക്ഷെ ക്രിസ്മസിൽ പ്രത്യേകമായി ഈ ഒരു ശ്രദ്ധ വേണം. ഈ വർഷത്തെ ക്രിസ്മസിൽ പ്രത്യേകമായൊരു ശ്രദ്ധ വേണം. പാവങ്ങളെ നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ സമൂഹത്തിലുള്ള വേദനിക്കുന്നവരെയും രോഗികളായിട്ടുള്ളവരെയും പാവപ്പെട്ട മനുഷ്യരെയും കണ്ണുനീര് കഴിയുന്ന മനുഷ്യരെയും ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം അതിന് ബുദ്ധിമുട്ടില്ല, കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സഹായം ആവശ്യമായിട്ടുള്ള ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. നമ്മുടെ കഴിവിനൊത്ത് നമ്മുടെ സമ്പത്തിൽ ഒരു ഓഹരി പാവപ്പെട്ടവർക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ ഈശോയ്ക്ക് സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കാഴ്ചവെച്ച ആ ജ്ഞാനികളെപ്പോലെ അല്ലെ പൂജരാജാക്കന്മാരെ പോലെ നമ്മുടെ ചുറ്റുമുള്ള യേശു സാന്നിധ്യം പേറുന്ന മനുഷ്യ മക്കൾക്ക് നമ്മളാ കഴിയുന്ന സഹായം എത്തിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതങ്ങൾ ധന്യമായിട്ട് തീരും. ഈ ക്രിസ്മസ് ആഘോഷം അനുഗ്രഹമായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ നമ്മൾ ഈ ആചരണങ്ങളൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി ചെയ്യാൻ സാധിച്ചാൽ അത് നമുക്ക് അനുഭവമായിട്ട് തീരും. അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ ഏതാനും ചില ആചാരങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പങ്കുവെച്ച്, ഈ ആചാരങ്ങളുടെ ആധ്യാത്മികത ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമാണ്. നക്ഷത്രം തെളിക്കുന്നതും പുൽക്കൂട് ഓർമ്മയുണർത്തുന്ന പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നതും കർത്താവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശം അറിയിക്കുന്ന മാലാഖമാരെ പോലെ സന്ദേശം അറിയിച്ചുകൊണ്ടുള്ള കാർഡുകൾ അയക്കുന്നതും ദൈവസ്തുതി ആലപിച്ച മാലാഖ വ്യൂഹത്തിൻ്റെ ആ സ്തുതിഗീതങ്ങളോട് ചേർന്ന് കരോൾ ഗാനങ്ങൾ ആലപിക്കുന്നതും കരോൾ റാലികൾ നടത്തുന്നതും ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകുന്നതും ഇതെല്ലാം ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷേ ഈ ആഘോഷങ്ങളിൽ നമ്മൾ മുഴുകും തോറും അതിൻ്റെ ആധ്യാത്മികത നഷ്ടപ്പെടാതിരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നമ്മളെല്ലാവരും ശ്രദ്ധയോടെ വ്യാപരിക്കേണ്ട കാലമാണ്. അല്ലെങ്കിൽ ഈ ആഘോഷങ്ങൾ ആഭാസങ്ങളായിട്ട് മാറാൻ അധിക ദൂരം വേണ്ട, അധിക സമയം വേണ്ടി വരില്ല. ആ ഒരു ശ്രദ്ധ നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ഈ വർഷം ഈ ക്രിസ്മസിൻ്റെ ആചരണങ്ങളിൽപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഓർമ്മയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യാൻ, ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ഈ വർഷത്തെ ക്രിസ്മസ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.